ഇപ്പം നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു. അപ്പോൾ ഞാൻ ആകെ പ്രാർത്ഥിക്കുന്ന കാര്യം കർത്താവെ എഡിറ്ററിന് കൈ കിട്ടുമ്പോൾ നമ്മളെ കളയല്ലേ. രേഖാചിത്ര സിനിമ ഇറങ്ങിയ സമയത്ത് ആസിഫ് അലി തിയേറ്ററിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു ചേച്ചി കരയുന്നു, ഇക്ക കെട്ടിപ്പിടിക്കുന്നു. ശരിക്കും ആ ചേച്ചിയുടെ സീൻ ഉണ്ടായിരുന്നോ? ചെറിയൊരു സീനാണ്. ഓക്കെ, 3 ഷോട്ടുള്ളൂ. അത് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തു. OTT വരുമ്പോൾ ആ സീൻ ഉണ്ടാവും. ഓ അത് താങ്ക് യു. അത് ഇങ്ങനെ കാരണം അതിൻ്റെ കൂടെ കുറേ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആസിഫിക്ക് അത് കണക്ട് ആയി കാണത്തില്ലായിരിക്കും അല്ലേ ആ ചേച്ചി കരയുന്ന സമയത്ത്? അല്ല, ആസിഫ് മനസ്സിലായില്ല ആദ്യം. ഓക്കെ, ആസിഫ് എന്ത് പടം കണ്ടിട്ട് എന്ന് വിചാരിച്ച് പടം കണ്ടേ. പക്ഷേ ഈ ചേച്ചി ഇങ്ങനെ കരഞ്ഞപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇതായി. എന്നിട്ട് ആസിഫൊക്കെ എന്നോട് ചോദിച്ചു അത് നമുക്ക് തിരിച്ചിടാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് നമുക്ക് ഇടാം. എന്തായാലും അവർ ഫാമിലിയായിട്ട് വന്നു ഈ പടം കാണാൻ. കാരണം എന്താ വെച്ചാൽ അവർ ഡബ് ചെയ്തു. അപ്പോൾ ഡബ് ചെയ്തപ്പോൾ അവർ വിചാരിച്ചു ഉറപ്പായിട്ട് ഇത് ഉണ്ടാവുന്നു തിയേറ്ററിൽ. അപ്പോൾ അവർ കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ചിട്ട് വന്നു. അപ്പോൾ അതാണ് ഉണ്ടായത്. ഇനി ഡബ് ചെയ്യുന്നവർ ഓർത്തോ, മിക്ക ചെയ്യുന്ന പടമാണെങ്കിൽ ഒന്ന് വിളിക്കുക, ഞാനുണ്ടോ. ആസിഫിക്കൊക്കെ എന്ത് പറയുന്നു? ആസിഫിനൊക്കെ ഭയങ്കര അത് കഴിഞ്ഞ് ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് 1-2 വട്ടമൊക്കെ കണ്ട് അവന് ഭയങ്കര വർക്കായിക്കോട്ടെ. ഉണ്ണിമൂന്നിന് ഇത് കഴിഞ്ഞപ്പോൾ എന്തൊക്കെ പറഞ്ഞു? പടം കഴിഞ്ഞപ്പോൾ ഒന്ന് കൂടി കാണുമല്ലോ. ഇല്ല, കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇടയ്ക്ക് വിളിക്കാറുള്ളൂ. അത് കഴിഞ്ഞിട്ടിപ്പോൾ അവൻ ഇതിൻ്റെ OTT ബിസിനസ് പരിപാടികളൊക്കെ ആയിട്ട് മുംബൈയിലും പരിപാടികളൊക്കെ ആയിരുന്നു. ഇപ്പോൾ വന്നിട്ട് പിന്നെ വയ്യാണ്ട് കോൾഡൊക്കെ അടിച്ചിരിക്കുക. ഈ മറ്റ് എഡിറ്റർമാരിൽ നിന്ന് ഷമീർ മുഹമ്മദ് എന്ന എഡിറ്ററിനെ വ്യത്യസ്തനാക്കുന്നത് ഓരോ യാത്രയിലും എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? ഞാൻ യാത്ര ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യും, എഡിറ്റ് ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്യും. നമുക്ക് അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടം എന്ന് ചോദിക്കുന്ന പോലെ തന്നെ ഇതുവരെ ചെയ്ത എല്ലാ സിനിമ ഇഷ്ടമാണ്. അല്ലല്ല, അങ്ങനല്ല. എല്ലാ സിനിമ അയ്യോ, പിന്നെ നാളെ വർക്ക് കിട്ടാതെ അങ്ങനല്ലേ ഞാൻ ചോദിക്കുന്നത്. എല്ലാ സിനിമയും ഇഷ്ടമാണ്. എന്നാലും ഇപ്പം എനിക്കൊരു എഡിറ്ററുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ എഡിറ്ററുമായിട്ട് ഞാൻ എന്നും അടിയുക. എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ മൂഡിനനുസരിച്ചായിരിക്കത്തില്ല എൻ്റെ മൂഡ്, അല്ല എൻ്റെ മൂഡായിരിക്കത്തില്ല ഇവൻ്റെ മൂഡ്. അപ്പോൾ ഇവൻ പറയുന്നൊരു കാര്യം, എഡിറ്റ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോം ആണെങ്കിലും ചെയ്യുന്ന ടൈം ആണെങ്കിലും നമ്മുടെ മൈൻഡ് ഓക്കെ ആയിരിക്കണം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരിക്കും അതിൽ സത്യാവസ്ഥയുണ്ടോ? അതുണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാട് തന്നെ 2 രീതിയിലാണ്. ആദ്യം ഞാനിങ്ങനെയായിരുന്നു വെച്ചാൽ ഇതെൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ് എഡിറ്റിങ്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വാശി പിടിക്കും, അടിയുണ്ടാക്കും. ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ സാധനം മാറ്റാൻ പറയുന്ന രീതിയേ വേറെ ആയിരുന്നു. ഒരു സീൻ കട്ട് ചെയ്യണമെങ്കിലും ഒക്കെ. ഉദാഹരണം അത് എന്നോടൊന്ന് പറയൂ, ഞാൻ ഇപ്പം കൊണ്ടുവരുക. ഞാൻ കുറേ ആൾക്കാരടുത്ത് പറഞ്ഞിട്ടുള്ള ഞാൻ കുറേ ആൾക്കാരടുത്ത് പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, നീ റിപ്പീറ്റായിട്ട് പറയരുത്. സാജിദ് ഒരു പടം എഡിറ്റ് ചെയ്യാൻ സമ്മതിക്കാണ്ട് ഞാൻ കാറിൽ കയറ്റിയിട്ട് ചായ കുടിക്കാൻ കൊണ്ടുപോയിട്ട് കാർ ഇടിക്കുന്നു പറഞ്ഞു ട്രിം ചെയ്തില്ലെങ്കിൽ. അവന് എന്നിട്ട് അങ്ങനെ ട്രിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇപ്പോൾ കുറേ കാലമായിട്ട് അവരുടെ സിനിമയിൽ ഞാൻ വർക്ക് ചെയ്യണം. അപ്പോൾ അവരെനിക്ക് പൈസ തരുന്നു. മാക്സിമം എൻ്റെ ഔട്ട്പുട്ട് അവരെടുക്കാൻ നോക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞവരെ മനസ്സിലാക്കാൻ നോക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എഫേർട്ട് ഇടും. അത് പണ്ടത്തെ പോലെയല്ല. പണ്ട് ഫൈറ്റ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ കുറച്ചും കൂടെ സ്നേഹം. കട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്തേ പറ്റൂ. മാറ്റിക്കും. എങ്ങനെയൊക്കെ മാറ്റിക്കും. ഓക്കെ, പറഞ്ഞ് മനസ്സിലാക്കും. ഞാൻ ഇപ്പോൾ പല സമയത്തും ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്തതും ആദ്യം തന്നെ കട്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ അത് കൺവിൻസ്ഡ് ആവാത്ത സമയത്ത് വീണ്ടും പഴയ പോലെ ആക്കി കാണിച്ചു കൊടുക്കും. ഓക്കെ, അങ്ങനെയൊക്കെ വെച്ച് എന്നിട്ട് പഴയ പോലെ ചിലപ്പോൾ ഫുൾ പടം കണ്ടാൽ അവർക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ വീണ്ടും ഒക്കെ ചെയ്യേണ്ടി വരും. ബ്രോ ഇപ്പോൾ എത്ര അസിസ്റ്റന്റുമാരുണ്ട് കൂടെ? ഇപ്പം 3 പേരുണ്ട്. 3 പേരുണ്ട്. ബ്രോയുടെ അസിസ്റ്റൻ്റായിട്ട് നിന്നവർ ഇന്ന് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, എഡിറ്റിങ്ങിലാണെങ്കിലും ടോപ്പായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ പേര് ചോദിച്ചാൽ ആരുടെയൊക്കെ ഉണ്ട് പറയാം? എഡിറ്ററായിട്ട് ഇപ്പോൾ ചമ്മനുണ്ട്. പിന്നെ അസിസ്റ്റൻ്റ് ആയിരുന്നു. പിന്നെ ജംസി എന്ന് പറഞ്ഞ ഒരു പടം ചെയ്തിട്ടുണ്ട്. പിന്നെ സംഗീതമുണ്ട്. സംഗീതം എഡിറ്റ് ചെയ്തിട്ടുണ്ട്, അഭിനയിക്കുന്നുണ്ട്. ഈ സംഗീത എഡിറ്റിങ്ങിന് അസിസ്റ്റൻ്റായിട്ട് വരുന്ന സമയത്ത് ഇവനൊരു അഭിനയമോഹം അല്ലെങ്കിൽ ഇവനെ കൊണ്ട് പറ്റുമെന്നൊരു തോന്നൽ? അവൻ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്. അവൻ കുറേ സൗണ്ടൊക്കെ എടുക്കും. അവൻ ആ പടത്തിൽ അവൻ തണ്ണീർമത്തലിൽ അവൻ സ്പോട്ട് എഡിറ്ററായിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ അവൻ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഗിരീഷ് അടുത്ത പടത്തിലേക്ക് അവനെ വിളിച്ചതും വിനീത് വിളിച്ചതും. ഓക്കെ, അപ്പോൾ ഈ തണ്ണീർമത്തലിൽ ഇവനെ പരിചയപ്പെട്ടിട്ടാണ് വിനീത് ഹൃദയത്തിലേക്ക് അവനെ വിളിച്ചിട്ട്. ഹൃദയത്തിലുണ്ട് അവൻ ഒരു ക്യാരക്ടർ. പിന്നെ ഗിരീഷിൻ്റെ കൂടെ കുറേ അതിന് മുമ്പത്തെ പടത്തിലൊക്കെ ഉണ്ട്. നമുക്ക് മനസ്സിലായി. ഒരുപാട് ആൾക്കാർ സൗണ്ടൊക്കെ എടുക്കുക നന്നായിട്ട്. പിന്നെ തോമസ് എന്ന് പറഞ്ഞിട്ടൊരു അസിസ്റ്റൻ്റ് ഉണ്ട്. ഇക്കയുടെ പുതിയ പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്? ഇപ്പം നരിവേട്ട എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ അണലി എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ഉണ്ട്. പിന്നെ അരുൺ PR വെബ് സീരീസ് ഉണ്ട്. അതൊക്കെ നടക്കുന്നത്.